മിസ്റ്റർ നിഷാദ്, തീർച്ചയായിട്ടും ഇത് ലോകത്തെ ബാധിച്ചു തുടങ്ങി. ഇന്ത്യയെ തന്നെ വളരെ ക്രൂരമായ രീതിയിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ക്രൂരമായ രീതിയിൽ എന്ന് ഞാൻ പറയാൻ പ്രത്യേക കാരണം, ഇപ്പോൾ ആദ്യം ഇത് ബാധിച്ചിരിക്കുന്നത് കുടുംബങ്ങളെയാണ്, വീട്ടമ്മമാരെയാണ്. അതായത് നമ്മുടെ കുക്കിംഗ് ഗ്യാസിൻ്റെ, പാചകവാതകത്തിൻ്റെ വില നമുക്കറിയാം 60 രൂപ കൂടി 960 രൂപയിലേക്ക്, അതായത് 7.25% വർധനവാണ് വിലയിൽ ഉണ്ടായത് ഇതിനകം. അതുപോലെ തന്നെയാണ് കമേർഷ്യൽ ഗ്യാസിൻ്റെ വിലയും കൂടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നവർ തൊട്ട് വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നവർ വരെ ഇനി ഉയർന്ന വില കൊടുക്കേണ്ടി വരുന്നു എന്നർത്ഥം. അതുമാത്രവുമല്ല, 25 ദിവസമെങ്കിലും കഴിയാതെ ഒരു പുതിയ കണക്ഷന് ബുക്ക് ചെയ്യാൻ പാടില്ല. അത് കമേർഷ്യൽ ഗ്യാസ് കണക്ഷൻകാരെയാണ് ഏറ്റവും അപകടകരമായ രീതിയിൽ ബാധിക്കുക. കാരണം അവർക്ക് ചിലപ്പോൾ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അവരുടെ പിന്നെ റെസ്റ്റോറൻറ്റോ ഹോട്ടലോ എന്താണെന്ന് വെച്ചാൽ അത് അടച്ചിടേണ്ട അവസ്ഥ പോലും വന്നേക്കാം, അല്ലെങ്കിൽ വിറക് അടുപ്പിലേക്ക് മാറേണ്ട അവസ്ഥ വന്നേക്കാം. അതൊക്കെ സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് കേരളം പോലെ ടൂറിസത്തിന് ഇത്രയധികം ഊന്നൽ കൊടുക്കുന്ന, അതായത് വലിയ ഒരളവ് വരെ ടൂറിസമാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം. അപ്പോൾ അത് ടൂറിസത്തെ ആ രീതിയിൽ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധം ബാധിക്കുന്ന മറ്റൊരു രീതിയാണ് നമ്മുടെ പ്രവാസികൾ എത്രയധികം കഷ്ടപ്പെടേണ്ടി വരുന്നു. അതായത് അവിടെ 1 കോടിയോളം പ്രവാസികൾ ഗൾഫ് കൺട്രീസിലുള്ളതിൽ 45 ലക്ഷമോ അതിലധികമോ മലയാളികളാണെന്നാണ് കണക്ക്. അപ്പോൾ ഈ മലയാളികളിൽ എത്ര പേർക്ക് തൽക്കാലത്തേക്കെങ്കിലും തൊഴിലില്ലാതെയാകും? എത്ര പേർ വീട്ടിലൊന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് വരാൻ പറ്റുന്നില്ല? എത്ര പേർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ജോലിയിൽ ചേരാതിരിക്കേണ്ടി വരുന്നു? എന്തുമാത്രം റെമിറ്റൻസ് ആണ് നമുക്ക് കുറഞ്ഞു പോകുന്നത്? ഇത്തരം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ GSDPയുടെ, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 32% വരെ സംഭാവന ചെയ്യുന്നതാണ് റെമിറ്റൻസസ് അഥവാ പ്രവാസികൾ. അത് അമേരിക്കയിലും എല്ലായിടത്തുമുള്ള പ്രവാസികൾ ചേർന്നാണ് അത്ര വലിയ സംഭാവന. എങ്കിൽ തന്നെയും നമ്മുടെ ഈ ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് മലയാളികളുള്ള ഒരു മേഖല തന്നെയാണ് ഗൾഫ്. അപ്പോൾ ആ മേഖലയിലെ നിന്നൊക്കെ ഇപ്പോൾ റെമിറ്റൻസസിലും വലിയ ഇടിവുണ്ടാകും. റെമിറ്റൻസസിൽ ഉണ്ടാകുന്ന ഇടിവ് എന്ന് പറഞ്ഞാൽ കേരളം ഇപ്പോൾ തീവ്രമായ ധനപ്രതിസന്ധിയിൽ പെട്ടുഴലുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആ പ്രവാസത്തിൽ നിന്നുള്ള പണമൊഴുക്ക് പോലും ബുദ്ധിമുട്ടിലാകുന്നത്. അപ്പം ഇനിയിപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനാണ് സാധ്യത. കാരണം നമുക്കറിയാം, ബ്രന്റ് ക്രൂഡിൻ്റെ വില $114-15 വരെ ഉയർന്നിരിക്കുന്നു. ക്രൂഡ് ഓയിലിൻ്റെ വില $100 മുകളിലായിരിക്കുന്നു. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. തുറക്കണം എന്നൊക്കെ പറയുന്നുവെങ്കിലും അതിലെ ഒരു ഷിപ്പിനും കടന്നു പോകാൻ വയ്യാത്ത രീതിയിൽ ആക്രമണം നടക്കുകയാണ്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാം. അതും ഇന്ത്യയെ കൂടുതലായിട്ട് ബാധിക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം 146 കോടി 39 ലക്ഷമാണ് നമ്മുടെ ജനസംഖ്യ, ലോകത്തെ 1ാമത്തെ ജനസംഖ്യ. അപ്പോൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുക എന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കും. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ, കാരണം ഇന്ത്യയിൽ ഉടനീളമുള്ള ട്രാൻസ്പോർട്ട് ചാർജസ് മുഴുവനുമാണ് ഉൽപ്പന്നങ്ങളുടെ കയറ്റിറക്കുമതി, വ്യക്തികളുടെ ഗതാഗതം എല്ലാമാണ് താറുമാറാകുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ വർധനവുണ്ടായാൽ. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ മാറ്റിമറിക്കാവുന്ന കുഴപ്പങ്ങളാണ് ഈ യുദ്ധം നീണ്ടുപോയാൽ സംഭവിക്കാവുന്നത്. അവിടെ ഇപ്പോൾ പാചകവാതകത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഇന്ത്യക്ക് ആവശ്യമുള്ള പാചകവാതകത്തിൻ്റെ 55% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ആകെ ക്രൂഡ് ഓയിലിൻ്റെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇറക്കുമതിയെ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഏറ്റവും അധികം വീർപ്പ് മുട്ടുന്ന രാജ്യങ്ങളിൽ ഒന്നായിരിക്കും 1ാമത്തെ ജനസംഖ്യയുള്ള ഇന്ത്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിലും